ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് എടുക്കണത്. എന്റെ ക്യാമറ ഓടിപ്പോണുണ്ട്. എന്താന്ന് വെച്ചാൽ അടിയിലൊരു കുരുപ്പ് നിൽപ്പുണ്ട്, അവനാണ് ഇതെന്റെ ചേച്ചിയുടെ കൊച്ചാണ്. അവള് മൂത്ത കൊച്ചിനെ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പോയേക്കാം. അവിടെ എന്തോ ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ ഇവൻ എന്റെ അടുത്താക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്ന. ഞാനൊരു 11 മണി എങ്ങാണ്ടായപ്പോഴാണ് എണീറ്റിട്ടുള്ളത്. എണീറ്റ് പല്ല് തേക്കാനായിട്ട് പോവാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാനൊന്ന് വീഡിയോ എടുത്ത് തുടങ്ങാന്ന് വെച്ച് ഞാൻ അവിടെ ഫുള്ളൊന്ന് നോക്കണം. എന്താന്ന് വെച്ചാൽ എന്റെ എല്ലാ സാധനവും മറിച്ചിട്ടുണ്ട് അവനവിടെ. ഞാനപ്പോ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ബെല്ലെടുത്ത് പോയിട്ടുണ്ടായിരുന്നെ. ബെല്ലാണ് എന്നെ കണ്ടപ്പോൾ തന്നെ തുള്ളാൻ തുടങ്ങി. അവളൊന്ന് പുറത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ട്ടോ. പക്ഷെ പുറത്തൊന്നും കൊണ്ടുപോകണില്ല. എന്താന്ന് വെച്ചാല് ബെല്ല ഇപ്പൊ ഭയങ്കര കുരുത്തക്കേടാണ്. എല്ലാരും മേത്തൊക്കെ ചാടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിന്റെ ഇടക്ക് നോക്കുമ്പോ ഒരുത്തൻ ആ ഒരു ഇതിന്റെ അകത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ നോക്കണുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അതിനെ പൊക്കിക്കൊണ്ട് പോന്നിട്ടുണ്ടായിരുന്നിട്ട്. ഇവനിവിടെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ സൂക്ഷിച്ചിരിക്കണം. എന്റെ പല സാധനങ്ങളും ഇവിടെ നിന്ന് നഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ ഞാൻ രാവിലെ ഫുഡ് കഴിക്കണത് ചോറും തക്കാളിക്കറി, കാന്താരിമുളക്, പിന്നെ മറ്റേ കുഞ്ഞു കുഞ്ഞു മുട്ടയില്ലേ, അതും കൂടിയാണ് ട്ടോ. അപ്പൊ ഞാൻ എന്തെങ്കിലും സിനിമ കണ്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പക്ഷേ സിനിമ കാണാൻ വൈഫൈ ഒക്കെ തീർന്നിരിക്കണ കാര്യം ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി വെച്ച് ഫോണിലാണ് ട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ചേച്ചിയുടെ കൊച്ചിനെ കൊണ്ട് അമ്മ അകത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ കിടന്ന് അവന്റെ തുള്ളിക്കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു. ഇത് എന്റെ തന്നെ ഡ്രസ്സാണ് ട്ടോ തയ്ക്കാനുള്ളത്. അതുകൊണ്ട് ഞാൻ പുറത്തിരുന്നുണ്ടാണ് ട്ടോ വെട്ടണം. എന്താന്ന് വെച്ചാൽ ഇവനുള്ളത് കൊണ്ടിട്ട് അകത്തിരുന്ന് വെട്ടാൻ പറ്റത്തില്ല. ഇവൻ ഇവിടെ പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എന്റെ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഇവനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇവൻ പല പല കുരുത്തക്കേടിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇതെന്റെ മെഷർമെന്റ് ഒക്കെ എഴുതി വെച്ചതാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കിന് അവൻ അവിടെ ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ടിട്ട് ആ ചെരുപ്പിട്ട കാല് കൊണ്ടിട്ട് മറ്റേ എന്തിനായിരുന്നു ഈ ഒരു കറുത്ത ഉറുമ്പുണ്ടല്ലോ, മറ്റേ എന്തായിരുന്നു കട്ടുറുമ്പ്, ഇതിനെ ചവിട്ടി കൊല്ലാൻ നോക്കണം. അതാണെങ്കിൽ കാലേ കൂടെ ഒക്കെ കയറുന്നുണ്ട്. എന്നിട്ട് അതിന്റെ പുറകെ നടന്ന് അതിനെ ചവിട്ടിക്കൊല്ലാൻ നോക്കണം. എന്നിട്ടാ ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ അമ്മ വന്ന് അവനെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞാണ് ഞാൻ എന്റെ ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ട്ടോ ചെയ്യണത്. ഇത് സാറ്റേൺ പോലെ തന്നെയുള്ള ഒരു മെറ്റീരിയൽ ആണ് ട്ടോ. സാറ്റേണേക്കാളും വിലക്കുറവാ. പക്ഷെ ഭയങ്കരമായിട്ട് തിളക്കം ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടണം എന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ മെറ്റീരിയൽ ഒക്കെ എടുത്ത് തയ്ക്കാൻ തുടങ്ങി. ഈ ഒരു കത്രിക കൊണ്ടാണ് ട്ടോ ഞാൻ മെറ്റീരിയൽ ഒക്കെ കട്ട് ചെയ്യണത്. എന്താ നല്ല യൂസ്ഫുൾ ആണ്. എന്താന്ന് വെച്ചെന്നാല് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എന്റെ വിരലിലൊക്കെ അത്യാവശ്യം തന്നെ മറ്റേ തഴമ്പുണ്ട്. നോർമൽ കത്രിക കൊണ്ടിട്ട് കട്ട് ചെയ്യണ കൊണ്ടിട്ട് എന്റെ കയ്യിൽ അത്യാവശ്യം തന്നെ തഴമ്പ് വന്നിട്ടുണ്ടായി. പക്ഷെ ഇപ്പൊ ഇതുകൊണ്ട് ചെയ്യണോണ്ട് വേദനയില്ല. അതുപോലെ തന്നെ തഴമ്പൊക്കെ വന്നതൊക്കെ നിന്നിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് ഓടിച്ചു പോയാൽ മതി. പിന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഓടിച്ചു പോയി വേറെ എങ്ങോട്ടെങ്കിലൊക്കെ ഓടിച്ചു പോയെന്നാൽ മെറ്റീരിയൽ ചീത്തയിൽ പോകും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നമ്മൾ ഇത് കൊണ്ടിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് മേനകെ പോകാനുണ്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കാനായിട്ട്. അപ്പൊ ഇനി മേനകെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം. അത് ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ തന്നെ ആർട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി മേനകെ പോകണം, കുറച്ച് മെറ്റീരിയൽ എടുക്കാനുണ്ട്. പിന്നെ എനിക്ക് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ട്ടോ പോണത്. ഞാൻ മുടി കളർ ചെയ്ത് ഇന്നലെ ഞാൻ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കളറൊക്കെ വന്നാൽ നോക്കണേ. എന്നിട്ട് ഞാൻ എന്റെ പൈസ പോയെന്ന് ഓർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം വന്നില്ല. നല്ലോണം വരാൻ എന്തായാലും നന്നായി. അങ്ങനെ ആയത് നല്ല രീതിക്ക് ഒരു പാണ്ടിക്കോലായേ. അപ്പൊ ഈ ഒരു ഡ്രസ് ഇട്ടാണ് ട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കുറേ നാൾക്ക് ശേഷം ഞാൻ ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എൻ്റെ ഒരു റെഡ് കളർ ബാഗാണ് ട്ടോ കൊണ്ടുപോകാറുള്ളത്. പക്ഷെ അതിന്റെ സിപ്പ് പോയി ഗൈസ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ബാഗാട്ടോ എല്ലായിടത്തും കൊണ്ടുപോകണത്. ആദ്യം തന്നെ ഈ ഒരു കടയിലാണ് ട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഫോം ബോർഡ് കിട്ടുമെന്ന് എന്നോട് ഒരാൾ പറഞ്ഞ് ഞാൻ പോയതാ. പക്ഷെ ഇവിടെ അതുണ്ടായില്ല. അതിനേക്കാളും കട്ടിയുള്ള ഒരു ബോർഡാണ് ഉണ്ടായിരുന്നത്. അതിനാണ് ഒടുക്കത്തെ പൈസയാണ്. പോണ വഴിക്ക് ഒരു പട്ടിക്കുട്ടീനെ ഫ്രണ്ട് ഇരുത്തിക്കൊണ്ട് പോകണ ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കാറൊക്കെ ഉള്ള കടയിൽ പോയി. കുറെ കുഞ്ഞു കുഞ്ഞു കാറൊക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല പൈസ ഉണ്ട്. അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മിനിസോയിലോട്ടാണ്. ഇവിടെ എല്ലാത്തിനും ഒടുക്കത്തെ പൈസ കുറവാണ്. എന്താന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഫാനില്ലേ, അതിന്റെ വില എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. പിന്നെ ആ ഒരു സ്റ്റിക്കറിനൊക്കെ എനിക്ക് തോന്നുന്നത് 50 രൂപ 60 രൂപ എന്തോ അത്രയൊക്കെ റേറ്റേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പുറത്ത് അത്യാവശ്യം തന്നെ റേറ്റ് ഉണ്ട്. അപ്പൊ ഈ കടയിൽ അത്യാവശ്യം വിലക്കുറവാണ്. ഇത് മേനകേനെ കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു കടയാണ് ട്ടോ. ആർക്കെങ്കിലും വേണമെന്നാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാവേ. ഇവിടെ നിന്ന് ഞാൻ കുറേ സാധനം വാങ്ങിയിട്ട് എപ്പോഴും ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന 10,000-2000 രൂപ മുടക്കണമെങ്കിൽ ഈ ഒരു കടയിൽ നിന്ന് ഞാൻ ആകെ ഒരു 500 രൂപക്ക് സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വിലക്കുറവ്. എനിക്ക് തോന്നുന്നത് ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഷോപ്പായിരിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഓരോന്നായിട്ടും വാങ്ങാൻ വേണ്ടി പറ്റൂട്ടാ. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ എല്ലാ സാധനം കാണാൻ വേണ്ടിയിട്ട് കുറേ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ്റെ. അപ്പൊ അവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കസ്റ്റമറിനുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ടായി. അതൊക്കെ വാങ്ങിയിട്ട് എനിക്കൊരു കരിക്ക് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു ആർട്സ്. അപ്പൊ ഞാൻ അതൊക്കെ കുടിക്കണേന്. അത് കുടിച്ചപ്പോൾ നല്ല സമാധാനം ഉണ്ടായി. എന്താന്ന് വെച്ചാൽ വിശന്ന് വലഞ്ഞ അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അത് കുടിച്ചപ്പോഴാണ് ഇത്തിരി സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് നേരെ വന്നത് അടുത്തുള്ള കടയിലാണ്. എരമല്ലൂർ വന്നിട്ടുള്ള കടയിലാണ് ട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് കസ്റ്റമറിനുള്ള കുറച്ച് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ. ഇവിടെ വന്നാൽ എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കോട്ടൺ മെറ്റീരിയൽ ഞാൻ എടുക്കും. എനിക്ക് ഇപ്പോഴായി പിന്നെ ഈ കോട്ടന്റെ
മെറ്റീരിയലിൽ ചെയ്യണ ഡ്രസ്സുകളൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടം. എന്താണെന്ന് വെച്ചാൽ ചുരിദാർ അതുപോലത്തെയൊക്കെ ഞാൻ ഇട്ട് തുടങ്ങലുണ്ട്. പണ്ടത്തെ പോലെ ആവണേന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് അങ്ങനത്തെയൊക്കെ ഡ്രസ്സ് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം. അപ്പം ഞാൻ അതൊക്കെ ചെയ്തിട്ട് ഇടാറുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ ക്യാമറയും കൊണ്ട് വരുമ്പോൾ അപ്പം തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരിക്കലാണ് കേട്ടോ പണി. ഇപ്പം പക്ഷെ ചിരി വന്നുപോയി അവന്. ഞാനാണെങ്കിൽ കണ്ണാടി നോക്കി എൻ്റെ കളർ വന്നിട്ടുണ്ടാന്ന് നോക്കണേന്ന്. എല്ലാവരും എന്നെ തന്നെ അത്ഭുത ജീവിനെ പോലെ നോക്കണേന്നിട്ട്. എന്താന്ന് വെച്ചെന്നാൽ കോലത്തിൽ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നത്. മുടി മൊത്തം പറത്തി ഇട്ടിട്ടാണ് ചെന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഭയങ്കരമായിട്ട് അതുകൊണ്ട് നോക്കണുണ്ടായിരുന്നേ. എന്നെ പോലെ തന്നെ ആർട്സൊന്നും മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് കിടിലനായിട്ടില്ലേ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തിയപ്പോ തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കണേന്നിട്ട്. ആദ്യം തന്നെ ഞാൻ ഈ ഒരു പാമ്പിനാണ് വാങ്ങിയത്. അമ്മച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ആദ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ പേടിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബുക്കിന് 200 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറേ സ്റ്റിക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നിട്ട്. ഇതൊക്കെ എനിക്ക് കണ്ണിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ഇത് ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ എല്ലായിടത്തും ഒട്ടിച്ചത്, അത് പിന്നെ വേറെ കാര്യം. പിന്നെ ഈ ഒരു പേന വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു സാധനം ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, അവിടെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഫാനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേക്കിനും അത്യാവശ്യം ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പക്ഷെ ഞാൻ ഇതുവരെ ഷൂട്ടിന് കൊണ്ടുപോകുമ്പോൾ ഇത് കൊണ്ടുപോയിട്ടില്ല, എപ്പോഴും മറന്നു പോകും. ആ ചൂടത്ത് വേർത്ത് കുളിച്ച് നടപ്പാണ് ഇപ്പോഴത്തെ പണി. അപ്പം ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ നേരെ തയ്ക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രി തന്നെ എൻ്റെ ഈ ഒരു ഡ്രസ്സ് തീർത്താലേ നാളെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് വേണം കസ്റ്റമറിൻ്റെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാത്രി കുറേ നേരം ഇരുന്നിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് ഫുള്ള് തയ്ച്ച് തീർത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ റൂമിൻ്റെ കോലാണ് ഇത് തയ്ച്ചുകൊണ്ടിരുന്നത് കൊണ്ടിട്ട്. ഇങ്ങനെയാണ് ഞാൻ തയ്ച്ച് കഴിയുമ്പോൾ എൻ്റെ റൂമിൽ. ഇനി ഇത് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ട് രാവിലെ വേണം ഈ റൂമൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്. ഈ കയ്യിലോട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റണേ എന്തിനാന്ന് വെച്ചാൽ ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെ മറിച്ചിടണം എന്ന് എനിക്ക് ഇപ്പോഴും ഒരു പിടിയില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ കുറച്ച് തികയാണ്ട് വന്നിട്ടുണ്ടായി. അതുകൊണ്ട് ഡ്രസ്സിനകത്ത് ഇത്തിരിയും കൂടി വലിപ്പം കുറഞ്ഞിട്ടാണ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നല്ലോണം ഷൂട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമൊന്നും എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് കേട്ടോ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് ഷൂട്ട് ചെയ്യണത്. അപ്പം ഇനി എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സ്ഥലമൊക്കെ കിട്ടിയിട്ട് വേണം ഇതിൻ്റെയൊക്കെ നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കിടക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും തന്നെ ഞാൻ കിടക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. ഇതുപോലത്തെ വീഡിയോ ഇനിയും വേണമെന്നാണെങ്കിൽ നിങ്ങൾ പറയട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.